ഹായ് സ്റ്റുഡൻസ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇംപ്രൂവ്മെൻ്റ് എക്സാം പ്രിപ്പറേഷൻസിൻ്റെ ഭാഗമായിട്ട് റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ് എന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ചാപ്റ്ററിൽ നമ്മളൊരു റിവിഷനാണ് നടത്താൻ പോകുന്നത്. കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തൊന്നും പറയുന്നില്ല. പകരം ഈ റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ് എന്ന ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സും അതുപോലെ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസും എല്ലാമാണ് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് അടക്കാം. എയറോബിക് റെസ്പിറേഷൻ കംപ്ലീറ്റ് ആവുന്നത് 4 സ്റ്റെപ്സിലൂടെയാണ്. ഗ്ലൈക്കോളിസിസ്, ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ, ക്രെബ്സ് സൈക്കിൾ ആൻഡ് ETS. ഫസ്റ്റ് ഗ്ലൈക്കോളിസിസ്. ഗ്ലൈക്കോളിസിസിന്റെ സൈറ്റ് എന്ന് പറയുന്നത് സൈറ്റോപ്ലാസം ആണ്. സൈറ്റോപ്ലാസത്തിലാണ് ഗ്ലൈക്കോളിസിസ് നടക്കുന്നത്. പിന്നെ ഗ്ലൈക്കോളിസിൽ ഗ്ലൂക്കോസിന്റെ പാർഷ്യൽ ഓക്സിഡേഷൻ ആണ് നടക്കുന്നത്. ഒരു ഗ്ലൂക്കോസ് മോളിക്യൂളിന് പാർഷ്യൽ ഓക്സിഡേഷൻ നടന്ന് 2 മോളിക്യൂളോ പൈറൂവിക് ആസിഡ് ഫോം ചെയ്യുന്നു. റെസ്പിറേഷന്റെ ഫസ്റ്റ് സ്റ്റെപ്പായ ഈ ഗ്ലൈക്കോളിസിസ് എയറോബിക് റെസ്പിറേഷനിലും അനൈറോബിക് റെസ്പിറേഷനിലും കോമൺ ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്. മാത്രമല്ല ഗ്ലൈക്കോളിസിസ് എന്ന ഈ ഒരു പ്രോസസ്സ് മാത്രമാണ് അനൈറോബിക് റെസ്പിറേഷനിൽ നടക്കുന്നത്. ഗ്ലൈക്കോളിസിസ് ഈസ് ഓൾസോ നോൺ ആസ് EMP പാത്വേ. EMP പാത്വേ എന്ന പേര് എങ്ങനെയാണ് വന്നിരിക്കുന്നത്? ഗ്ലൈക്കോളിസിസ് പാത്വേ കണ്ടെത്തിയത് 3 സയന്റിസ്റ്റുമാരാണ്. അവരുടെ പേരിൽ നിന്നെടുത്ത 3 ലെറ്റേഴ്സ് ആണ് EMP: എംഡൻ, മെയർഹോഫ്, പർനാസ്. ഗ്ലൈക്കോളിസിസിലൂടെ ഒരു ഗ്ലൂക്കോസ് മോളിക്യൂള് 2 പൈറുവിക് ആസിഡ് ആയിട്ട് മാറുന്നു. ഗ്ലൈക്കോളിസിസിന്റെ സ്റ്റെപ്സ് നോക്കാം. ഗ്ലൂക്കോസ് എങ്ങനെയാണ് 2 മോളിക്യൂളോ പൈറുവിക് ആസിഡ് ആയിട്ട് മാറുന്നതെന്ന്. ഫസ്റ്റ് സ്റ്റെപ്പ്, ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഇങ്ങനെ ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ATP ADP ആയിട്ട് മാറുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് എന്ന് പറയുന്നത് ഗ്ലൂക്കോസിന്റെ കാർബണിലെ 6th പൊസിഷനിൽ ഒരു ഫോസ്ഫേറ്റിന്റെ അഡീഷൻ നടന്നു അല്ലേ? ഈ ഫോസ്ഫേറ്റിന്റെ അഡീഷനെയാണ് നമ്മൾ ഫോസ്ഫോറിലേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ ഫോസ്ഫോറിലേഷൻ നടക്കുന്നിടത്തെല്ലാം, അതായത് ഫോസ്ഫേറ്റിന്റെ അഡീഷൻ നടക്കുമ്പോൾ അതിന് ഫോസ്ഫേറ്റ് എവിടെ നിന്നാണ് കിട്ടുന്നത്? ATP ADP ആയിട്ട് മാറുമ്പോൾ റിലീസ് ചെയ്യുന്ന ഫോസ്ഫേറ്റ് ആണ് ഇവിടെ 6th കാർബണിൽ ആഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവിടെ ATP കൺസ്യൂം ചെയ്യുന്നത്. ദെൻ സെക്കൻഡ് സ്റ്റെപ്പിൽ ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ദെൻ ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് ഫ്രക്ടോസ് 1,6 ബിസ്ഫോസ്ഫേറ്റ് ആയിട്ട് മാറുന്നു. ആദ്യം ഫ്രക്ടോസിൽ കാർബണിന്റെ 6th പൊസിഷനിൽ ഒരു ഫോസ്ഫേറ്റ് ഉണ്ടായിരുന്നുള്ളൂ. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഫസ്റ്റ് പൊസിഷനിലും 6th പൊസിഷനിലും ഓരോ രണ്ട് ഫോസ്ഫേറ്റ് ആണല്ലോ ബിസ്ഫോസ്ഫേറ്റ് എന്ന് പറയുന്നത്. ഒരു എക്സ്ട്രാ ഒരു ഫോസ്ഫേറ്റിനൂടെ അഡീഷൻ നടന്നു. അപ്പം ആ ഫോസ്ഫേറ്റും കിട്ടിയത് ATP ADP ആയിട്ട് മാറുമ്പോഴാണ്. അതായത് അവിടെയും ഒരു ATP കൺസ്യൂം ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഗ്ലൈക്കോളിസിന്റെ സ്റ്റെപ്പിൽ 2 ATP ആണ് കൺസ്യൂം ചെയ്യുന്നത്. ചോദിക്കാറുണ്ട് എത്ര ATP ആണ് ഗ്ലൈക്കോളിസിൽ കൺസ്യൂം ചെയ്യുന്നതെന്ന്, അല്ലെങ്കിൽ യൂട്ടിലൈസ് ചെയ്യുന്നതെന്ന്. എത്ര ATP ആണ് യൂട്ടിലൈസ് ചെയ്യുന്നത്? 2 ATP ആണ് യൂട്ടിലൈസ് ചെയ്യുന്നത്. ദെൻ ഫ്രക്ടോസ് 1,6 ബിസ്ഫോസ്ഫേറ്റിന് എന്ത് സംഭവിക്കുന്നു? ഫ്രക്ടോസ് 1,6 ബിസ്ഫോസ്ഫേറ്റ് എന്ന് പറയുന്നത് ഒരു 6 കാർബൺ കോമ്പൗണ്ട് ആണ്. ഈ 6 കാർബൺ കോമ്പൗണ്ട് സ്പ്ലിറ്റ് ചെയ്ത് 2 3 കാർബൺ കോമ്പൗണ്ട് ഫോം ചെയ്യുന്നു. ഏതൊക്കെയാണ് 3 കാർബൺ കോമ്പൗണ്ട്? ഒന്ന് ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റ്, മറ്റൊന്ന് ഡൈഹൈഡ്രോക്സി അസിറ്റോൺ ഫോസ്ഫേറ്റ്. ഇനി ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് എന്ത് സംഭവിക്കുന്നു നോക്കാം. ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് 1,3 ബീസ് ഫോസ്ഫോ ഗ്ലിസറിക് ആസിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഈ സമയത്ത് ഒരു NADക്ക് റിഡക്ഷൻ നടക്കുന്നുണ്ട്. അതായത് NADH+H+ ആയിട്ട് മാറുന്നു. ദെൻ 1,3 ബീസ് ഫോസ്ഫോ ഗ്ലിസറിക് ആസിഡ് 3 ഫോസ്ഫോ ഗ്ലിസറിക് ആസിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഫസ്റ്റ് പൊസിഷനിലും 3rd പൊസിഷനിലും 2 ഫോസ്ഫേറ്റ് ഉണ്ടായിരുന്നു. 1,3 ബിസ് ഫോസ്ഫോ ഗ്ലിസറിക് ആസിഡ്. അതിനകത്തുനിന്ന് ഒരു ഫോസ്ഫേറ്റിനെ റിലീസ് ചെയ്തു. അതായത് 1,3 ബിസ് ഫോസ്ഫോ ഗ്ലിസറിക് ആസിഡ് 3 ഫോസ്ഫോ ഗ്ലിസറിക് ആസിഡ് ആയിട്ട് മാറി. 2 ഫോസ്ഫേറ്റ് ഉണ്ടായിരുന്നു, ഇപ്പോൾ ഒരു ഫോസ്ഫേറ്റേ ഉള്ളൂ. അപ്പോൾ ആ റിലീസ് ചെയ്ത ഫോസ്ഫേറ്റ് വെച്ചിട്ട് ADP ATP ആയിട്ട് മാറുന്നു. അപ്പോൾ അവിടെ ഒരു ATPയുടെ സിന്തസൈസ് നടക്കുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പിൽ 3 ഫോസ്ഫോ ഗ്ലിസറിക് ആസിഡ് 2 ഫോസ്ഫോ ഗ്ലിസറേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ദെൻ 2 ഫോസ്ഫോ ഗ്ലിസറേറ്റ് ഫോസ്ഫോഇനോൾ പൈറുവേറ്റ് ആയിട്ട് മാറുന്നു. ഈ സമയത്ത് ഒരു വാട്ടർ മോളിക്യൂൾ റിലീസ് ചെയ്യുന്നു. ദെൻ ഫോസ്ഫോഇനോൾ പൈറുവേറ്റ് വീണ്ടും പൈറുവിക് ആസിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഇവിടെ ഫോസ്ഫോഇനോൾ പൈറുവേറ്റ്, ആ ഫോസ്ഫോ എന്നുള്ളത് മാറി അല്ലേ? അതായത് ഒരു ഫോസ്ഫേറ്റിനെ അവിടെ റിലീസ് ചെയ്തു. ആ റിലീസ് ചെയ്ത ഫോസ്ഫേറ്റ് വെച്ചിട്ട് വീണ്ടും ഒരു ATP സിന്തസിസ് നടക്കുന്നു. ADP ATP ആയിട്ട് മാറുന്നു. അങ്ങനെ ഒരു മോളിക്യൂൾ പൈറുവിക് ആസിഡ് ഉണ്ടാകുന്നു. പിന്നെ ശ്രദ്ധിക്കാം, നമ്മൾ പറഞ്ഞു
ഫ്രക്ടോസ് 1,6 ബിസ്ഫോസ്ഫേറ്റ് എന്നുള്ളത് 6 കാർബൺ കോമ്പൗണ്ടാണ്. അത് സ്പ്ലിറ്റ് ചെയ്തിട്ട് 2 3 കാർബൺ കോമ്പൗണ്ട് ഉണ്ടാവും എന്ന് പറഞ്ഞു. ഏതൊക്കെയായിരുന്നു? ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റും ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റും. ഇപ്പം നമ്മൾ പറഞ്ഞത് ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റിന്റെ കൺവേർഷൻസ് ആണ് ബാക്കി പറഞ്ഞത്. ഇനി ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റിന് എന്താ സംഭവിക്കുന്നത്? ഈ ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റിന് ഡയറക്റ്റ് പൈറുവിക് ആസിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റത്തില്ല. സോ ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റ് ഫോം ചെയ്ത ഉടനെ തന്നെ അത് എന്തായിട്ട് മാറും? ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. എന്നിട്ട് ഈ പറഞ്ഞ കൺവേർഷൻ എല്ലാം അതിനും നടക്കും. അതായത് ഈ ഇവിടെ മുതൽ പറഞ്ഞ സ്റ്റെപ്പ് എല്ലാം ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റിന് മുതൽ പറഞ്ഞ സ്റ്റെപ്പ് എല്ലാം 2 തവണ നടക്കുന്നുണ്ട്. അപ്പോൾ 2 തവണ നടക്കുന്നതുകൊണ്ട് 2 മോളിക്യൂൾ ഓഫ് പൈറുവിക് ആസിഡ് ഫോം ചെയ്യുന്നുണ്ട്. ഇതാണ് ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ എത്ര ATP ഇവിടെ സിന്തസൈസ് ചെയ്യുന്നുണ്ട്? 4 ATP ആണ് സിന്തസൈസ് ചെയ്യുന്നത്. എവിടേക്കാണ്? ഒന്ന് 1,3 ബൈഫോസ്ഫോഗ്ലിസറിക് ആസിഡ് 3 ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ആയിട്ട് മാറുമ്പോൾ ATP സിന്തസിസ് നടക്കുന്നുണ്ട്. അതുപോലെ ഫോസ്ഫോയിനോൾ പൈറുവേറ്റ് പൈറുവിക് ആസിഡ് ആയിട്ട് മാറുമ്പോൾ ഒരു ATPയുടെ സിന്തസിസ് നടക്കുന്നുണ്ട്. ഇത് 2 തവണ ഈ 2 സ്റ്റെപ്പുകളും റിപ്പീറ്റ് ചെയ്യുന്നതുകൊണ്ട് 4 ATP ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗ്ലൈക്കോളിസിസിൽ ടോട്ടൽ എത്ര ATP ഫോം ചെയ്യുന്നുണ്ട് ചോദിച്ചാൽ എത്ര ATP ആണ്? 4 ATP ആണ് ഫോം ചെയ്യുന്നത്. ബട്ട് നെറ്റ് ഗെയിൻ ഓഫ് ATP ഇൻ ഗ്ലൈക്കോളിസിസ് എന്ന് ചോദിച്ചാൽ ATPയുടെ നെറ്റ് ഗെയിൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ 4 2 ATP നമ്മൾ ആദ്യമേ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ 4 - 2 ATP ആണ് നെറ്റ് ഗെയിൻ ഓഫ് ATP ഇൻ ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്നത്. ഡയറക്ട്ലി എത്ര ATP ഫോം ചെയ്യുന്നുണ്ട് ചോദിച്ചാൽ 4 ATP ഡയറക്ട്ലി ഫോം ചെയ്യുന്നുണ്ട് ടോട്ടൽ. അത് കൂടാതെ ഇൻഡയറക്ട്ലി വേറെ 3 ATP കൂടി ഉണ്ട്. അതായത് NADH ഫോർമേഷൻ പറഞ്ഞല്ലോ ഒരു സ്റ്റെപ്പിൽ NADH ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഈ NADH എന്ന് പറയുന്നത് ഒരു NADH എന്ന് പറയുന്നത് 3 ATPക്ക് തുല്യമാണ്. ബട്ട് ഇപ്പോൾ ആ NADH ATP ആവുന്നില്ല. ആ NADH ATP ആവണമെങ്കിൽ ഫൈനൽ സ്റ്റെപ്പായ ETS ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം കൂടി കഴിഞ്ഞാൽ മാത്രമേ NADHൽ നിന്ന് ATP പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഗ്ലൈക്കോളിസിസിൽ ടോട്ടൽ എത്ര ATP ഫോം ചെയ്യുന്നുണ്ടെന്ന് ചോദിച്ചാൽ ഡയറക്ട്ലി ഫോം ചെയ്യുന്നെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 4 ATP. അതുകൂടാതെ നെറ്റ് ഗെയിൻ ഓഫ് ATP എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 2 ATP. ഇനി ഗ്ലൈക്കോളിസിസിന്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 2 പൈറുവിക് ആസിഡ് ആണെന്ന് പറഞ്ഞു. ഈ പൈറുവിക് ആസിഡിന് ഇനി എന്താണ് സംഭവിക്കുന്നത്? 2 ടൈപ്സ് ഓഫ് റെസ്പിറേഷൻ ഉണ്ട്. അനേറോബിക് റെസ്പിറേഷനും എയറോബിക് റെസ്പിറേഷനും. അനേറോബിക് റെസ്പിറേഷൻ എന്ന് പറയുന്നത് ഓക്സിജന്റെ ആബ്സെൻസിൽ നടക്കുന്ന റെസ്പിറേഷനും എയറോബിക് റെസ്പിറേഷൻ എന്നത് ഓക്സിജന്റെ പ്രസൻസിൽ നടക്കുന്ന റെസ്പിറേഷനുമാണ്. എയറോബിക് റെസ്പിറേഷന്റെ കേസ് നോക്കുകയാണെങ്കിൽ ഗ്ലൈക്കോളിസിന്റെ പ്രോഡക്റ്റ് ആയിട്ട് ഫോം ചെയ്യുന്ന പൈറുവിക് ആസിഡിന് ഇനി നെക്സ്റ്റ് സ്റ്റെപ്പായ ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷനിലേക്ക് കടക്കുന്നു. ബട്ട് അനേറോബിക് റെസ്പിറേഷനിലാണെങ്കിൽ എന്താ സംഭവിക്കുക? രണ്ടിലും കോമൺ ആയി അനേറോബിക് റെസ്പിറേഷനിലും എയറോബിക് റെസ്പിറേഷനിലും കോമൺ ആയിട്ടുള്ള സ്റ്റെപ്പാണ് ഗ്ലൈക്കോളിസിസ്. ദെൻ അനേറോബിക് റെസ്പിറേഷനിലാണെങ്കിൽ ഇതിന്റെ പ്രോഡക്റ്റ് ആയ പൈറുവിക് ആസിഡിന് ഒന്നെങ്കിൽ ആൽക്കഹോളിക് ഫെർമെന്റേഷന് വിധേയമാകും, അതല്ലെങ്കിൽ ലാക്റ്റിക് ആസിഡ് ഫെർമെന്റേഷന് വിധേയമാകുന്നു. ആൽക്കഹോളിക് ഫെർമെന്റേഷനിൽ എന്താണ് നടക്കുന്നത്? ആൽക്കഹോളിക് ഫെർമെന്റേഷനിൽ പൈറുവിക് ആസിഡിനെ CO2 എഥനോളും ആയിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. ആൽക്കഹോളിക് ഫെർമെന്റേഷനിൽ പൈറുവിക് ആസിഡ് ഇസ് കൺവേർട്ടഡ് ടു CO2 ആൻഡ് എഥനോൾ. ആൽക്കഹോളിക് ഫെർമെന്റേഷൻ നടക്കുന്ന ഓർഗാനിസംസിന് എക്സാമ്പിളാണ് ഈസ്റ്റ്. ഇനി ഈ ഒരു പ്രോസസ്സിനെ ഹെൽപ്പ് ചെയ്യുന്നത് ആൽക്കഹോളിക് ഫെർമെന്റേഷൻ എന്ന പ്രോസസ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന എൻസൈമാണ് പൈറുവിക് ആസിഡ് ഡീകാർബോക്സിലേസ്, അതുപോലെ ആൽക്കഹോൾ ഡീഹൈഡ്രജനേസ് എൻസൈം. ഇനി ലാക്റ്റിക് ആസിഡ് ഫെർമെന്റേഷനിലാണെങ്കിലോ, ലാക്റ്റിക് ആസിഡ് ഫെർമെന്റേഷനിലെ പൈറുവിക് ആസിഡ് ഈസ് കൺവേർട്ടഡ് ടു ലാക്റ്റിക് ആസിഡ്. ഇവിടെ പൈറുവിക് ആസിഡ് ലാക്റ്റിക് ആസിഡ് ആയിട്ടാണ് കൺവേർട്ട് ആവുന്നത്. ആൽക്കഹോളിക് ഫെർമെന്റേഷനിൽ പൈറുവിക് ആസിഡ് CO2 എഥനോളുമായി കൺവേർട്ട് ചെയ്യുന്നെങ്കിൽ ലാക്റ്റിക് ആസിഡ് ഫെർമെന്റേഷനിൽ പൈറുവിക് ആസിഡ് എന്തായിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്? ലാക്റ്റിക് ആസിഡ് ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. ഈ ഒരു പ്രോസസ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന എൻസൈമാണ് ലാക്റ്റേറ്റ് ഡീഹൈഡ്രജനേസ് എൻസൈം. ഈ ഫെർമെന്റേഷൻ പ്രോസസ്സിലൂടെ ATPs ഒന്നും തന്നെ സിന്തസൈസ് ചെയ്യപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ അനേറോബിക് റെസ്പിറേഷനിലൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ATP എന്നത് ഓൺലി 2 ആണ്. ഈ 2 ATP എവിടെ നിന്നാണ് ഫോം ചെയ്യുന്നത്? ഗ്ലൈക്കോളിസിസിൽ അല്ലേ? ഗ്ലൈക്കോളിസിസ് എന്ന സ്റ്റെപ്പിൽ നെറ്റ് ഗെയിൻ ഓഫ് ATP എന്നത് 2 ATP ആണെന്ന് പറഞ്ഞു. ഈ 2 ATP മാത്രമാണ് അനേറോബിക് റെസ്പിറേഷനിൽ ആകെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്.
ഇനി ഗ്ലൈക്കോളിസിസിന് ശേഷം അനൈറോബിക് റെസ്പിറേഷൻ ആണെങ്കിൽ ഫെർമെന്റേഷനിലേക്ക് കടക്കുന്നു, അല്ലെങ്കിൽ എയറോബിക് റെസ്പിറേഷൻ ആണെങ്കിൽ ഗ്ലൈക്കോളിസിസിന് ശേഷം ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ എന്ന സ്റ്റെപ്പിലേക്ക് കടക്കുന്നു. ഇനി എന്താണ് ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ? ഗ്ലൈക്കോളിസിന്റെ പ്രോഡക്റ്റ് ആയിട്ട് ഫോം ചെയ്യുന്ന പൈറുവിക് ആസിഡ്, ഇത് സൈറ്റോപ്ലാസത്തിലാണുള്ളത് അല്ലേ? ഗ്ലൈക്കോളിസിസ് നടക്കുന്നത് സൈറ്റോപ്ലാസത്തിലാണ്. സോ പൈറുവേറ്റ് ഫോം ചെയ്യുന്നതും സൈറ്റോപ്ലാസത്തിലാണ്. ഈ പൈറുവേറ്റിനെ ഇനി മൈറ്റോകോൺഡ്രിയൽ മാട്രിക്സിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നു. ദെൻ ബാക്കിയെല്ലാം നടക്കുന്നത് ഇനി മൈറ്റോകോൺഡ്രിയയിൽ വെച്ചിട്ടാണ്. ഇനി മൈറ്റോകോൺഡ്രിയയിൽ വെച്ചിട്ട് മൈറ്റോകോൺഡ്രിയൽ മാട്രിക്സിൽ വെച്ചിട്ട് പൈറുവേറ്റ് അസറ്റൈൽ കോഎൻസൈം എ ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നു. ഇതിനെയാണ് ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ എന്ന് പറയുന്നത്. പൈറുവേറ്റ് കോഎൻസൈം എ ആയിട്ട് ജോയിൻ ചെയ്ത് അസറ്റൈൽ കോഎൻസൈം എ ആയിട്ട് മാറുന്നു. ഈ ഒരു സ്റ്റെപ്പിൽ ഒരു NADH ഫോർമേഷൻ നടക്കുന്നുണ്ട്. ഒരു പൈറുവേറ്റ് മോളിക്യൂളിന്റെ കൺവേർഷനിലാണ് ഒരു NADH ഫോർമേഷൻ നടക്കുന്നത്. ഇവിടെ ഗ്ലൈക്കോളിസിന്റെ പ്രോഡക്റ്റ് ആയിട്ട് 2 പൈറുവിക് ആസിഡ് ആണ് ഫോം ചെയ്യുന്നത് അല്ലേ? അപ്പൊ 2 മോളിക്യൂൾ പൈറുവിക് ആസിഡിൽ നിന്ന് 2 NADH ഫോർമേഷൻ നടക്കും. അപ്പോൾ ഇനി നെക്സ്റ്റ് ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷന് ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പായ ട്രൈകാർബോക്സിലിക് ആസിഡ് സൈക്കിളിലേക്ക് കടക്കുന്നു. ഈ ട്രൈകാർബോക്സിലിക് ആസിഡ് സൈക്കിളിന് ഒരുപാട് പേരുകളുണ്ട്. ഏതൊക്കെയാണ്? ട്രൈകാർബോക്സിലിക് ആസിഡ് സൈക്കിള്, അല്ലെങ്കിൽ TCA സൈക്കിള്, അതല്ലെങ്കിൽ ക്രബ് സൈക്കിള്, അല്ലെങ്കിൽ സിട്രിക് ആസിഡ് സൈക്കിള്. ഇതെല്ലാം ഒന്ന് തന്നെയാണ്. ഇനി ഈ ഒരു സൈക്കിൾ ഡെവലപ്പ് ചെയ്തത് ഹാൻസ് ക്രബ് എന്ന സയന്റിസ്റ്റ് ആണ്. ഇനി എന്താണ് സിട്രിക് ആസിഡ് സൈക്കിള്? പിക്ചർ നോക്കാം. ആദ്യം മുകളിൽ കൊടുത്തിരിക്കുന്നത് ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ ആണ്. പൈറുവേറ്റ് അസറ്റൈൽ കോഎൻസൈം ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ. അതിനുശേഷം ഈ 2 കാർബൺ കോമ്പൗണ്ടായ അസറ്റൈൽ കോഎൻസൈം എ 4 കാർബൺ കോമ്പൗണ്ടായ ഓക്സാലോ അസറ്റിക് ആസിഡുമായിട്ട് കമ്പൈൻ ചെയ്ത് 6 കാർബൺ കോമ്പൗണ്ടായ സിട്രിക് ആസിഡ് ഫോം ചെയ്യുന്നു. ദെൻ സിട്രിക് ആസിഡ് ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. എങ്ങനെയാണ് കൺവേർഷൻ നടക്കുന്നത്? സിട്രിക് ആസിഡ് എന്ന് പറയുന്നത് ഒരു 6 കാർബൺ കോമ്പൗണ്ട് ആണ്. ആ 6 കാർബൺ കോമ്പൗണ്ടിൽ നിന്ന് ഒരു CO2നെ റിലീസ് ചെയ്തുകൊണ്ട് 5 കാർബൺ കോമ്പൗണ്ടായ ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് ഫോം ചെയ്യുന്നു. ഈ സമയത്ത് ഒരു NADക്ക് റിഡക്ഷൻ നടക്കുന്നു, അതായത് ഒരു NADH ഫോർമേഷൻ നടക്കുന്നു. ദെൻ 5 കാർബൺ കോമ്പൗണ്ടായ ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് 4 കാർബൺ കോമ്പൗണ്ടായ സക്സിനിക് ആസിഡ് ആയിട്ട് മാറുന്നു, ഒരു കാർബണ് CO2നെ റിലീസ് ചെയ്തുകൊണ്ട്. ദെൻ ഈ സമയത്ത് ഒരു NADHന്റെ ഫോർമേഷൻ നടക്കുന്നുണ്ട്, ഒരു GTPയുടെ ഫോർമേഷനും നടക്കുന്നുണ്ട്. ദെൻ സക്സിനിക് ആസിഡ് മാലിക് ആസിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഈ സമയത്തും ഒരു FADH2 ഫോർമേഷൻ നടക്കുന്നു. ദെൻ മാലിക് ആസിഡ് വീണ്ടും ഓക്സാലോ അസിറ്റിക് ആസിഡ് ആയിട്ട് മാറുന്നു. ഈ ഒരു സ്റ്റേജിൽ ഒരു NADH ഫോർമേഷൻ നടക്കുന്നു. അപ്പോൾ ഒരു ക്രബ് സൈക്കിളിൽ എത്ര NADH ഫോർമേഷൻ ആണ് നടക്കുന്നത്? 3 NADH ഫോർമേഷൻ നടക്കുന്നുണ്ട്. അതുപോലെ ഒരു FADH2 ഫോർമേഷനും ഒരു GTP ഫോർമേഷനും ക്രബ് സൈക്കിളിൽ നടക്കുന്നുണ്ട്. ഇനി എയറോബിക് റെസ്പിറേഷന്റെ ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം അല്ലെങ്കിൽ ETS ആണ്, അല്ലെങ്കിൽ ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ എന്ന് കൂടി പറയും. ഇനി എന്താണ് ETS എന്ന് പറയുന്നത്? ദിസ് സ്റ്റേജ് ഈസ് ടു റിലീസ് ആൻഡ് യൂട്ടിലൈസ് ദ എനർജി സ്റ്റോർഡ് ഇൻ NADH plus H+ and FADH2 ഫോംഡ് ഫ്രം ഗ്ലൈക്കോളിസിസ് ആൻഡ് ക്രബ് സൈക്കിൾ ടു സിന്തസൈസിങ് ATP. അതായത് ഗ്ലൈക്കോളിസിസിലും ക്രബ് സൈക്കിളിലും NADH ഫോർമേഷനും FADH2 ഫോർമേഷനും നടക്കുന്നുണ്ട് അല്ലേ? ഈ NADHും FADH2ഉം ATP ആക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. ഇറ്റ് ടേക്ക് പ്ലേസ് ഇൻ ഇന്നർ മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിൻ. ഇന്നർ മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിനിൽ വെച്ചിട്ടാണ് ഈ പ്രോസസ്സ് നടക്കുന്നത്. ഇലക്ട്രോൺ പാസസ് ഫ്രം വൺ കാരിയർ ടു അനദർ. ഓരോ കാരിയേഴ്സ് വഴി ഇലക്ട്രോൺസ് പാസ് ചെയ്ത് പോകുന്ന ഒരു പ്രോസസ്സാണിത്. ATP is formed as a result of the transfer of electrons from NADH to O2 by a series of electron carriers with the help of ATP synthase. ആദ്യം മാട്രിക്സിനകത്ത് ഗ്ലൈക്കോളിസിസ് ക്രബ് സൈക്കിളും വഴി പ്രൊഡ്യൂസ് ചെയ്യുന്ന NADH, ആ NADHന് റിഡക്ഷൻ നടന്ന് NAD ആയിട്ട് മാറുന്നു. ഇങ്ങനെ ഉണ്ടാവുന്ന ഇലക്ട്രോൺസ് ആദ്യം ഇന്നർ മൈറ്റോകോൺഡ്രിയൽ മെമ്മറിയിലുള്ള FMN അക്സെപ്റ്റ് ചെയ്യുന്നു. ദെൻ FMN നിന്ന് FES, ദെൻ യുബിക്വിനോൺ, ദെൻ സൈറ്റോക്രോം B, FES, യുബിക്വിനോൺ, വീണ്ടും സൈറ്റോക്രോം C1, സൈറ്റോക്രോം C ആൻഡ് സൈറ്റോക്രോം A3 വരെ ഈ ഇലക്ട്രോൺസ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. ദെൻ ഫൈനലി ഈ സൈറ്റോക്രോം A3യിൽ നിന്ന് ഈ ഇലക്ട്രോണിനെ ഓക്സിജൻ അക്സെപ്റ്റ് ചെയ്യുന്നു. ഇവിടെ ഫൈനൽ ഇലക്ട്രോൺ അക്സെപ്റ്റർ എന്ന് പറയുന്നത് ഓക്സിജൻ ആണ്. ഓക്സിജൻ ഈ ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അത് വാട്ടറായിട്ട് മാറുന്നു. അപ്പോൾ ഇതാണ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം എന്ന് ഏറ്റവും ഷോർട്ടായിട്ട് പറയാം.
പിന്നെ ഈ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിന് 5 കോംപ്ലക്സുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഈ കോംപ്ലക്സുകളുടെ പേരുകൾ ഓർത്ത് വെക്കണം. കോംപ്ലക്സ് 1 എന്ന് പറയുന്നത് NADH ഡീഹൈഡ്രജനേസ്, കോംപ്ലക്സ് 2 സക്സിനേറ്റ് ഡീഹൈഡ്രജനേസ്, കോംപ്ലക്സ് 3 സൈറ്റോക്രോം BC1, കോംപ്ലക്സ് 4 സൈറ്റോക്രോം ഓക്സിഡേസ് ആൻഡ് ഫൈനലി കോംപ്ലക്സ് 5 ATP സിന്തേസ്. ഇങ്ങനെ ഇലക്ട്രോൺസ് ഈ ഡിഫറെൻറ്റ് കാരിയേഴ്സിലൂടെ പാസ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന എനർജി ഉപയോഗിച്ച് മാട്രിക്സിനകത്തുള്ള H+കളെല്ലാം ഇൻ്റർ മെംബ്രെയിൻ സ്പേസിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നു. അങ്ങനെ മാട്രിക്സിൽ H+ൻ്റെ നമ്പർ കുറയുകയും ഇൻ്റർ മെംബ്രെയിൻ സ്പേസിൽ H+ൻ്റെ നമ്പർ കൂടുകയും ചെയ്യും. അതായത് ഒരു കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ് ഇൻ്റർ മെംബ്രെയിൻ സ്പേസിൽ അനുഭവപ്പെടുന്നു. ദെൻ ഈ ഇൻ്റർ മെംബ്രെയിൻ സ്പേസിലുള്ള ഈ H+കളെ തിരിച്ച് മാട്രിക്സിനകത്തേക്ക് മൂവ് ചെയ്യണമെങ്കിൽ ഡയറക്റ്റ്ലി അവർക്ക് മൈറ്റോകോൺഡ്രിയൽ മെമ്പറിലൂടെ പാസ് ചെയ്ത് പോകാൻ പറ്റില്ല. അപ്പം അതിന് വേണ്ടിയിട്ട് ഇൻ്റർ മെംബ്രെയിൻ സ്പേസിലുള്ള H+കളെ മാട്രിക്സിനകത്തേക്ക് കടത്തിവിടാനായിട്ട് ഒരു കാരിയർ വേണം. ആ കാരിയർ എന്ന് പറയുന്നത് കോംപ്ലക്സ് 5 ആണ്, അതായത് ATP സിന്തേസ് ആണ്. അങ്ങനെ ഈ ATP സിന്തേസിലൂടെ ഇൻ്റർ മെംബ്രെയിൻ സ്പേസിലുള്ള H+കളെല്ലാം മാട്രിക്സിനകത്തേക്ക് മൂവ് ചെയ്യുന്നു. ഇങ്ങനെ മാട്രിക്സിനകത്തേക്ക് ഈ H+ ATP സിന്തേസിലൂടെ മൂവ് ചെയ്യുമ്പോൾ ഒരു എനർജി റിലീസ് ചെയ്യുന്നു. ഈ റിലീസ് ചെയ്യുന്ന എനർജി ഉപയോഗിച്ചാണ് ATP സിന്തസിസ് ഇവിടെ നടക്കുന്നത്. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് വന്നിട്ടുള്ള കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കൺവേർഷൻ ഓഫ് ഗ്ലൂക്കോസ് ടു 2 മോളിക്യൂൾ ഓഫ് പൈറുവിക് ആസിഡ് ഇസ് കോൾഡ് ഗ്ലൈക്കോളിസിസ്. അല്ലേ, ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്നത് ഒരു മോളിക്യൂൾ ഓഫ് ഗ്ലൂക്കോസിനെ 2 മോളിക്യൂൾ ഓഫ് പൈറുവിക് ആസിഡ് ആക്കി മാറ്റുന്ന പ്രോസസ്സാണ്. ക്വസ്റ്റ്യൻ ഇതാണ്, വേർ ഡസ് ഗ്ലൈക്കോളിസിസ് ടേക്ക് പ്ലേസ്? എവിടെ വെച്ചിട്ടാണ് ഗ്ലൈക്കോളിസിസ് നടക്കുന്നത്? നമ്മൾ പറഞ്ഞതാണ് സൈറ്റോപ്ലാസത്തിൽ വെച്ചിട്ടാണ് ഗ്ലൈക്കോളിസിസ് നടക്കുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ സ്റ്റെപ്സ് വെയർ ATP ഈസ് കൺസ്യൂംഡ് ഡ്യൂറിങ് ഗ്ലൈക്കോളിസിസ്. എന്താണ് ക്വസ്റ്റ്യൻ? ATP കൺസ്യൂം ചെയ്യുന്ന സ്റ്റെപ്പുകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഗ്ലൈക്കോളിസിസിൽ. ഏത് സ്റ്റെപ്പിലാണ്? ഒന്ന്, കൺവേർഷൻ ഓഫ് ഗ്ലൂക്കോസ് ഇൻറ്റു ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ്. ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് ആയി മാറുന്ന സമയത്ത് ഒരു ATP കൺസ്യൂം ചെയ്യുന്നുണ്ട്. മറ്റൊരു സ്റ്റെപ്പ് ഫ്രക്ടോസ് 6-ഫോസ്ഫേറ്റ് ഫ്രക്ടോസ് 1,6 ബിസ്ഫോസ്ഫേറ്റ് ആയിട്ട് മാറുന്ന സമയത്തും ഒരു ATP കൺസ്യൂം ചെയ്യുന്നുണ്ട്. അപ്പോൾ എവിടേക്കാണ് ATP കൺസ്യൂം ചെയ്യുന്നതെന്നും എവിടേക്കാണ് ATP സിന്തസൈസ് ചെയ്യുന്നതെന്നും നോക്കി വെക്കണം. Then next question, how many ATP molecules are directly synthesized during glycolysis? ഗ്ലൈക്കോളിസിസ് എന്ന പ്രോസസ്സിൽ എത്ര ATP ആണ് ഡയറക്റ്റ്ലി സിന്തസൈസ് ചെയ്യുന്നത്? എത്ര ATP ആണ്? 4 ATP ആണ് ഡയറക്റ്റ്ലി സിന്തസൈസ് ചെയ്യുന്നത്. ബട്ട് നെറ്റ് ഗെയിൻ ഓഫ് ATP ഇൻ ഗ്ലൈക്കോളിസിസ് എന്ന് ചോദിച്ചാൽ അത് 2 ആണ്. Then next question, write any one of the direct ATP synthesizing reaction of glycolysis. 2 സ്റ്റെപ്പിലാണ് ATP സിന്തസൈസ് നടക്കുന്നത്. അതിലേതെങ്കിലും ഒരു സ്റ്റെപ്പ് എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് 1,3 ബിസ്ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് 3-ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ATP സിന്തസിസ് നടക്കുന്നുണ്ട്. അതുപോലെ PEP അല്ലെങ്കിൽ ഫോസ്ഫോഇനോൾ പൈറുവിക് ആസിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന സമയത്തും ഒരു ATP സിന്തസൈസ് നടക്കുന്നു. Next question, plants respire using glucose as the substrate. Name the 2 types of respiration. 2 type of respirations ഏതൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ്? അനേറോബിക് റെസ്പിറേഷനും എയറോബിക് റെസ്പിറേഷനും. Among the 2 types, which one is more efficient? Critically evaluate. അനേറോബിക് റെസ്പിറേഷനിലും എയറോബിക് റെസ്പിറേഷനിലും മോർ എഫിഷ്യൻ്റ് എന്ന് പറയാവുന്നത് ഏത് ടൈപ്പ് ഓഫ് റെസ്പിറേഷൻ ആണ്? ഏതായിരിക്കും? എയറോബിക് റെസ്പിറേഷൻ ആണ് മോർ എഫിഷ്യൻറ്റ്. വൈ? ഡ്യൂറിങ് എയറോബിക് റെസ്പിറേഷൻ കംപ്ലീറ്റ് ഓക്സിഡേഷൻ ഓഫ് ഗ്ലൂക്കോസ് ഒക്കേഴ്സ്. അനേറോബിക് റെസ്പിറേഷനിൽ ഗ്ലൂക്കോസിൻ്റെ പാർഷ്യൽ ഓക്സിഡേഷനാണ് നടക്കുന്നതെങ്കിൽ എയറോബിക് റെസ്പിറേഷനിൽ ഗ്ലൂക്കോസിൻ്റെ കംപ്ലീറ്റ് ഓക്സിഡേഷൻ നടക്കുന്നുണ്ട്. അങ്ങനെ എയറോബിക് റെസ്പിറേഷനിൽ ഗ്ലൂക്കോസിൻ്റെ കംപ്ലീറ്റ് ഓക്സിഡേഷൻ നടന്നിട്ട് ടോട്ടൽ 38 ATP ആണ് ഫോം ചെയ്യുന്നത്. ബട്ട് അനേറോബിക് റെസ്പിറേഷനിൽ ഓൺലി 2 ATP മാത്രമാണ് ഫോം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എയറോബിക് റെസ്പിറേഷൻ ആണ് മോർ എഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. Next question, glycolysis and Krebs cycles are 2 important steps in aerobic respiration. Suggest where exactly in the cell these events take place. ഗ്ലൈക്കോളിസിസും Krebs സൈക്കിളും നടക്കുന്നത് എവിടെ വെച്ചിട്ടാണെന്നാണ് ക്വസ്റ്റ്യൻ. ഗ്ലൈക്കോളിസിസിൻ്റെ സൈറ്റ് ഏതാണ്? സൈറ്റോപ്ലാസം ആണ് അല്ലേ. സൈറ്റോപ്ലാസത്തിൽ വെച്ചിട്ടാണ് ഗ്ലൈക്കോളിസിസ് നടക്കുന്നത്. Krebs സൈക്കിൾ നടക്കുന്നതോ? Krebs സൈക്കിൾ നടക്കുന്നത് മൈറ്റോകോൺഡ്രിയയിൽ വെച്ചിട്ടാണ്.
In fourth question, the TCA cycle start with the condensation of acetyl group with oxaloacetic acid and water to yield citric acid. Name the enzyme catalyzing the reaction. TCA cycle അല്ലെങ്കിൽ citric acid cycle ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷനിലൂടെ ഫോം ചെയ്യുന്ന അസറ്റൈൽ കോഎൻസൈം എ ഓക്സാലോ അസറ്റിക് ആസിഡും വാട്ടറും ആയിട്ട് കമ്പൈൻ ചെയ്ത് ഒരു 6 കാർബൺ കോമ്പൗണ്ടായ സിട്രിക് ആസിഡ് ഫോം ചെയ്യുക എന്നുള്ളതാണ്. ഈ ഒരു പ്രോസസ്സിനെ, ഈ ഒരു സ്റ്റെപ്പിനെ ഹെൽപ്പ് ചെയ്യുന്ന എൻസൈം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് എൻസൈമാണ് ഈ ഒരു സ്റ്റെപ്പിൽ ആക്ട് ചെയ്യുന്നത്? സിട്രേറ്റ് സിന്തേസ്. ഏതാണ്? സിട്രേറ്റ് സിന്തേസ്. Then second question, how many NADH plus H plus molecules are produced in TCA cycle? എത്ര NADH ആണ് സിട്രിക് ആസിഡ് സൈക്കിളിൽ ഫോം ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞു 3 NADH മോളിക്യൂൾസ് ആണ് ഫോം ചെയ്യുന്നത്. Then how many FADH2 molecules are produced? FADH2 മോളിക്യൂൾ എത്ര ഫോം ചെയ്യുന്നുണ്ട് സിട്രിക് ആസിഡ് സൈക്കിളിൽ? ഒരു FADH2 ആണ് ഫോം ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി ATP മോളിക്യൂൾസ് ആർ പ്രൊഡ്യൂസ്ഡ്? സിട്രിക് ആസിഡ് സൈക്കിളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ATPയുടെ നമ്പർ എന്ന് പറയുന്നത് 12 ആണ്. ഓർക്കാം, ഈ 12 ATP എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി പ്രൊഡ്യൂസ് ചെയ്യുന്നതല്ല, മറിച്ച് നമ്മൾ പറഞ്ഞു 3 NADH പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ഒരു NADH എന്ന് പറയുന്നത് 3 ATPക്ക് തുല്യമാണ്. സോ 3 NADH എന്ന് പറയുമ്പോൾ 3 × 3 9 ATP ആയി മാറും. ദെൻ ഒരു FADH2 ഫോം ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലേ. ഒരു FADH2 എന്ന് പറയുന്നത് 2 ATPക്ക് ഈക്വൽ ആണ്. സോ 9 + 2 11 ATP ആയി. ദെൻ അത് കൂടാതെ ഒരു GTP ഫോർമേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ 11 + 1 12 ATP ആണ് അങ്ങനെ ഈ സിട്രിക് ആസിഡ് സൈക്കിളിൽ കിട്ടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദ ഗിവൺ ഫിഗർ. ഐഡന്റിഫൈ ദ സൈക്കിൾ ആൻഡ് നെയിം ദ സയന്റിസ്റ്റ് ഹു ട്രേസ്ഡ് ദിസ് പാത്വേ. ഐഡന്റിഫൈ ദ സൈക്കിൾ. എന്ത് സൈക്കിളാണ് തന്നിരിക്കുന്നത്? സിട്രിക് ആസിഡ് സൈക്കിളാണ് അല്ലേ, അതായത് ക്രെബ്സ് സൈക്കിൾ. ദെൻ ഹു ട്രേസ്ഡ് ദിസ് പാത്വേ. ഇത് കണ്ടുപിടിച്ചത് ആരാണ്? ഹാൻസ് ക്രെബ് എന്ന സയന്റിസ്റ്റ് ആണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, complete the cycle by filling A, B, C and D in the boxes. A, B, C, D ഇതെന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എ എന്ന് പറയുന്നത് അസറ്റൈൽ കോഎൻസൈം എ, ഡി ഓക്സാലോ അസറ്റിക് ആസിഡ്, ബി സിട്രിക് ആസിഡ് ആൻഡ് സി സക്സിനിക് ആസിഡ്. ഓൾറെഡി നമ്മൾ ആ സൈക്കിൾ പറഞ്ഞതാണ്, അതുകൊണ്ട് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ഇനി. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി NADH ആൻഡ് FADH2 ആർ yielded during the complete oxidation of 1 molecule of pyruvic acid. ഒരു മോളിക്യൂൾ ഓഫ് പൈറുവിക് ആസിഡിന്റെ കാര്യമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അതായത് ഒരു ക്രെബ്സ് സൈക്കിളിൽ എത്ര NADHഉം എത്ര FADH2 ഫോം ചെയ്യുന്നുണ്ടെന്ന്. 4 NADHഉം ഒരു FADH2 ആണ് ഒരു ക്രെബ്സ് സൈക്കിളിൽ ഫോം ചെയ്യുന്നത്. Then next question, during terminal oxidation, electrons in the hydrogen atoms are transported to the oxygen through a series of electron carriers in ETS. The electron carriers are given below. താഴെ ഒരു ബോക്സിൽ ഇലക്ട്രോൺ കാരിയേഴ്സ് ഏതൊക്കെയാണെന്ന് കൊടുത്തിട്ടുണ്ട്. FMN, FAD, യൂബിക്വിനോൺ, FES, സൈറ്റോക്രോം A, സൈറ്റോക്രോം B, സൈറ്റോക്രോം C, സൈറ്റോക്രോം A3 എക്സെട്ര. കുറേ ഇലക്ട്രോൺ കാരിയേഴ്സ് തന്നിട്ടുണ്ട്. ഇതിൻ്റെ ക്വസ്റ്റ്യൻ അതാണ്, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ETS വിത്ത് സ്കീമാറ്റിക് റെപ്രസെൻറ്റേഷൻ. ഒരു സ്കീമാറ്റിക് റെപ്രസെൻറ്റേഷനിലൂടെ ETS എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് നമ്മൾ നേരത്തെ കണ്ടു ETSൻ്റെ ഒരു സ്കീമാറ്റിക് ഡയഗ്രാം, ആ ഡയഗ്രാം വരയ്ക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഡയഗ്രാം പഠിക്കുക, ഇതേപോലുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടെങ്കിൽ ആ ഡയഗ്രാം വരച്ച് വെക്കാം. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, വേർ ഡസ് ETS ഓക്കർ. ETS നടക്കുന്നത് എവിടെയാണ്? ഇന്നർ മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിനിലാണ് ETS നടക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സജസ്റ്റ് എ മെത്തേഡ് ഫോർ ഫൈൻഡിങ് ഔട്ട് ദ ബയോകെമിക്കൽ കോമ്പൗണ്ട് യൂസ്ഡ് ആസ് ദ റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ് ഇൻ പ്ലാന്റ്സ്. എങ്ങനെയാണ് റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്, എന്താണെന്നുള്ളത് എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്? ബൈ മെഷറിങ് RQ മെഷർ ചെയ്തുകൊണ്ടാണ്. എന്താണ് RQ മീൻസ് റെസ്പിറേറ്ററി കോഷ്യന്റ്. എങ്ങനെയാണ് RQ കാണുന്നത്? RQ കാണുന്ന ഇക്വേഷൻ, വോളിയം ഓഫ് CO2 ഇവോൾവ്ഡ് ബൈ വോളിയം ഓഫ് O2 കൺസ്യൂംഡ്. ഇതാണ് RQ എന്ന് പറയുന്നത്. ഓരോ റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റിനും ഡിഫറെൻറ്റ് RQ ആയിരിക്കും അല്ലേ. കാർബോഹൈഡ്രേറ്റിൻ്റെ RQ എന്ന് പറയുന്നത് വിൽ ബി 1. ദെൻ പ്രോട്ടീൻ ആണ് റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ് എങ്കിലും പ്രോട്ടീൻ്റെ RQ എന്ന് പറയുന്നത് 0.9ഉം ഫാറ്റിൻ്റെ RQ എന്ന് പറയുന്നത് 0.7 ആണ്. അപ്പോൾ എത്രയാണ് RQ കിട്ടുന്നതെന്നനുസരിച്ച് നമുക്ക് ഏതാണ് റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ് ആയിട്ട് അവിടെ യൂസ് ചെയ്യുന്നുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബ്രേക്ക് ഡൗൺ ഓഫ് ഗ്ലൂക്കോസ് ഇൻ റെസ്പിറേഷൻ ഈസ് ലിസ്റ്റഡ് അണ്ടർ ഗ്ലൈക്കോളിസിസ് ആൻഡ് ക്രെബ്സ് സൈക്കിൾ അല്ലേ. ഗ്ലൂക്കോസിൻ്റെ ബ്രേക്ക് ഡൗൺ കംപ്ലീറ്റ് ആവുന്നത് ഗ്ലൈക്കോളിസിസ്, ക്രെബ്സ് സൈക്കിൾ എന്നീ 2 സൈക്കിളിലൂടെയാണ്.
ക്വസ്റ്റ്യൻ ഇതാണ്, ലൊക്കേറ്റ് ദ സൈറ്റ് ഓഫ് ഗ്ലൈക്കോളിസിസ് ആൻഡ് ക്രബ് സൈക്കിൾ. ഗ്ലൈക്കോളിസിസിന്റെ സൈറ്റ് എവിടെയാണ്? ഗ്ലൈക്കോളിസിസ് നടക്കുന്നത് സൈറ്റോപ്ലാസത്തിലാണ്. അതുപോലെ ക്രബ് സൈക്കിൾ നടക്കുന്നത് മൈറ്റോകോൺട്രിയയിലാണ്. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഗ്ലൈക്കോളിസിസ് ഈസ് എ പാർഷ്യൽ ഓക്സിഡേഷൻ പ്രോസസ്. ജസ്റ്റിഫൈ. എന്തുകൊണ്ടാണ് ഗ്ലൈക്കോളിസിസിന് ഒരു പാർഷ്യൽ ഓക്സിഡേഷൻ പ്രോസസ് ആണെന്ന് പറയുന്നത്? ഗ്ലൈക്കോളിസിസിലൂടെ ഗ്ലൂക്കോസിന്റെ കംപ്ലീറ്റ് എനർജിയും അവിടെ റിലീസ് ചെയ്യപ്പെടുന്നില്ല. ഗ്ലൈക്കോളിസിസിൽ 2 ATP മാത്രമാണ് റിലീസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഗ്ലൈക്കോളിസിസിനെ പാർഷ്യൽ ഓക്സിഡേഷൻ എന്ന് പറയുന്നത്. ഗ്ലൂക്കോസിൻ്റെ ഓക്സിഡേഷൻ കംപ്ലീറ്റ് ആവുന്നില്ല ഗ്ലൈക്കോളിസിസിൽ, ക്രബ് സൈക്കിളിലാണ് കംപ്ലീറ്റ് ആവുന്നത്. അപ്പോൾ ഗ്ലൈക്കോളിസിസിനെ പാർഷ്യൽ ഓക്സിഡേഷൻ പ്രോസസ്സ് എന്നാണ് പറയുന്നത്. ഇതുകൂടാതെ ഗ്ലൈക്കോളിസിസ്, ക്രബ് സൈക്കിള്, ETS മൂന്നിൻ്റെയും സ്കീമാറ്റിക് ഡയഗ്രാംസ് കറക്റ്റായിട്ട് പഠിക്കണം. ഷുവറായിട്ടും ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയാസ് ആണ് ഈ 3 ഏരിയയും. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടാതെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ കൂടുതൽ ക്ലാസ്സുകൾക്ക് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നെക്സ്റ്റ് ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.